എന്താണ് സർ, നേച്ചറിനെ നന്നായിട്ട് രസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എക്സാംസ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് സൈക്കിൾ തന്നെ ലോകം മൊത്തം കറങ്ങി വരണം, അതാലോചിച്ചോണ്ടിരുന്നത്. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഞാനും സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത്. ഓക്കെ ഓക്കെ, പിന്നെ വേറെന്താ, ഫസ്റ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് പ്രധാനം. സാലറി കുറഞ്ഞാലും സാരമില്ല, പക്ഷെ അങ്ങനത്തെ ജോലി വേണം. ഒരുപാട് പണം സമ്പാദിച്ച് വലിയ വീട്, വലിയ കാറ്, വലിയ TV അതൊന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ അടുത്തുള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളും. അല്ല, നിന്റെ കഥ എന്താ? റേഡിയോളജി കഴിഞ്ഞിട്ട് US പോകാനാ പ്ലാൻ. എന്തിനാ? സമ്പാദിക്കാൻ വേണ്ടി. എത്ര സമ്പാദിച്ചാണ് മദർ തെരേസ ഇപ്പോഴും നമ്മുടെ മനസ്സിനുള്ളിലുള്ളത്? സമ്പാദിക്കേണ്ടത് അവരുടെ പേരാണ്. പണം കൊടുത്താൽ സഹായിക്കാനായിട്ട് ഈ ലോകത്ത് കുറേ പേരുണ്ട്. ആരും പോകാത്ത ഗ്രാമത്തിൽ പോയിട്ട് സർവീസ് ചെയ്യാൻ ആദ്യം കഷ്ടമായിട്ട് തോന്നും, പക്ഷെ കുറെ കഴിഞ്ഞ് സന്തോഷമായി മാറും. ആർക്കറിയാം, ആരെങ്കിലും ഒരാൾ നിന്നെ പോലെ ഇൻസ്പിറേഷനായിട്ട് എടുത്തിട്ട് വീട്ടിൻ്റെ ചുമരിൽ എംബ്രോയിഡറി ചെയ്തിട്ട് കൊളുത്തി വെച്ചാലോ? പണം സുഖം മാത്രമേ തരൂ, സഹായം മാത്രമേ തൃപ്തി തരുള്ളൂ. ഐ ലവ് യു ഏട്ടാ. വീട്ടിൽ വരാതെ അവന് ടെറസിൽ എന്ത് ചെയ്യുവാ? നിങ്ങളിപ്പോ ഈ പറഞ്ഞ പ്ലാനിൽ എന്നെയും കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോ ഏട്ടാ? വരണമെന്ന് നിന്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആർക്കും മാറ്റാൻ പറ്റും, നോക്കാം. ഈ 4 ദിവസം ലീവിൽ ഇവിടെ തന്നെ നിന്നൂടെ? ശരി, പക്ഷെ ഇപ്പൊ നീ പോവാൻ നോക്കുന്നില്ല, ചേച്ചി നിന്നെ തിരയുന്നുണ്ടോ? ചെല്ലു. പോയിട്ട് വരാട്ടോ. എന്ത് പണിയാടാ നീ കാണിക്കുന്നേ? എന്ത് പറ്റിയമ്മ? എന്ത് പറ്റിയെന്നോ? നിനക്കൊന്നും അറിയില്ലല്ലേ? എന്ത് ചെയ്യുവാടാ നീ ഇവിടെ? പഠിക്കാൻ വന്ന നീ എന്ത് പണിയാടാ നീ കാണിക്കുന്നേ? നാളെ മുതൽ നീ ഇവിടെ വരണ്ട. നിന്നെ കാണണമെങ്കിൽ ഞാൻ ഹോസ്റ്റലിലേക്ക് വരാം. നീയും നിന്റെ ഫോണും എനിക്കൊന്നും അറിയത്തില്ലെന്നാണോ വിചാരിച്ചത് നീ? ഇനി നീ സംസാരിച്ച കൊന്നുകളെ ഞാൻ. ഇറങ്ങടാ ഇവിടുന്ന്. ഇനി മേലാ നീ വീട്ടിലേക്ക് വിളിച്ചേക്കല്ലേ. എവിടെ സർ? കേരള. ഇവിടെ ആരുമില്ലേ? എവിടെയും ആരും കാണുന്നില്ല സാറേ. സ്വാമി സർ, ഹോസ്റ്റലിൽ ആരുമില്ലെന്ന് പറഞ്ഞിട്ട് ലൈറ്റ് കത്തുന്നല്ലോ. അതാ എനിക്കും പിടികിട്ടാത്ത സാറേ. മോനെ ഒരു മിനിറ്റ്. ലീവാണെന്ന് അറിയില്ലായിരുന്നു. ഒരു പയ്യനെ കാണാൻ വന്നതാ. നീ തനിച്ചാണോ ഇവിടെ? മറ്റാരുമില്ലേ? ആരെ തിരയുന്നേ? ശ്രീനിവാസൻ, BSc ഫൈനൽ ഇയർ. ഏത് റൂം? റൂം നമ്പർ ചോദിച്ചിട്ട് ഇതൊക്കെ എന്തിനാ എടുക്കുന്നത്? സാറേ, സാറ് മേടിക്കാൻ വിചാരിച്ച ഫോൺ ഇതല്ലേ? ഏത് മോഡലാ? അതെന്റെ അല്ല, ആദ്യം താഴെ വെക്കത്. ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, വിൽക്കാനാണോ? അതൊക്കെ നിങ്ങൾക്ക് എന്തിനാ? അത് എന്റേതല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ആരാ? സാർ ഒന്ന് ഡയൽ ചെയ്യേ. ഇതാണ് ACPയുടെ നമ്പർ. ഇതൊന്നും എന്റേതല്ല. ബാഗ് പുറത്തുണ്ടായിരുന്നു, ഞാൻ അകത്ത് കൊണ്ടുവന്നു. ബാഗ് പുറത്തുണ്ടായിരുന്നു, നീ അകത്തോട്ട് കൊണ്ടുവന്നു? അതെ. കേട്ടല്ലോ. മോനെ, കുറച്ച് ജോലിയുണ്ട്, ഒന്ന് കൂടെ വരുമോ? എവിടെ? പറഞ്ഞില്ലെങ്കിൽ വരൂലേ നീ? ഒരക്ഷരം മിണ്ടാതെ വാടാ, ഇല്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. സ്ട്രൈക്ക് നടക്കുമ്പോ കംപ്ലൈന്റ് കൊടുത്തവനാ സാർ ഇത് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ വേറെ കോപ്പി ഇട്ട് വെച്ചിട്ടുണ്ടോ? അവള് റൂം മൊത്തം ചെക്ക് ചെയ്തു സാറേ, ഒന്നും കിട്ടിയില്ല. ഇവൻ ജീവനോടെ ഉണ്ടെങ്കിൽ എപ്പോഴായാലും നമുക്ക് പ്രശ്നമാണ്. ഞാൻ മിനിസ്റ്ററുടെ കൂടെ പുറത്ത് മീറ്റിങ്ങിന് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ വരുന്നത് വരെ രാജീവിന് വേണ്ടി കാത്തിരിക്കണ്ട. നിങ്ങൾ 3 പേരും പോയി മാറ്ററൊക്കെ തീർത്തേക്ക്.
ഇങ്ങോട്ട് വാടാ സാറേ വേണ്ട സാർ. നടക്ക് അങ്ങോട്ട്. പ്ലീസ് സാർ നടക്കടാ. ഞങ്ങളെ വിട്ടേക്ക് സാർ. ഓടാ. ഞങ്ങളെ വിട്ടേക്ക് സാർ. പ്ലീസ് സാർ. സാറേ വേണ്ട സാർ. ഇരിക്കടാ. സാറേ ഇരിക്കടാ. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ഇരിക്കടാ. ആ പ്ലീസ് സാറേ. ഒച്ചയും ബഹളം ഉണ്ടാക്കാതിരുന്നോണം. ഇന്ത്യയിലുണ്ടല്ലോ. നരസിംഹ, വേണ്ട സാറേ വേണ്ട സാർ വിട്ടേക്ക്. അയ്യോ സാറേ. അയ്യോ സാറേ വേണ്ട സാറേ. മിണ്ടായിരിക്കടാ. ഹലോ. ഫോണിൽ സംസാരിക്കുന്നത് കണ്ടില്ലേ? ആ പറയൂ സാർ. ആ കോളേജ് ചെക്കന്റെ കാര്യത്തിൽ രാജീവ് ധൃതി കാണിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല സാർ. എവിഡൻസ് വെച്ച് നോക്കുമ്പോ എവിഡൻസ് കറക്റ്റ് ആണ്, പക്ഷേ കോളേജ് സ്റ്റുഡന്റ് അങ്ങനെ ഉണ്ടാവില്ല. സാറ് പറയുന്നത് മനസ്സിലാവുന്നില്ല. ഹലോ, എൻകൗണ്ടർ നിർത്ത്. ഹലോ സാർ, ACP സാർ. സാർ സാർ വോയിസ് ബ്രേക്ക് ആവുന്നു സാർ. നരസിംഹ, സാർ എന്റെ ഫോണിൽ ചാർജ് തീരാൻ പോവാ. രാജുവിന് വിളിക്കൂ. ഡാ പന്നി, ഞാൻ മൊബൈൽ കൊണ്ടുവന്നിട്ടല്ലടാ. സാർ എന്റെ ഫോണിൽ ബാറ്ററി ഡൗണാ സാർ. ഹലോ. ഡാ എന്തുവാടാ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാനിവിടെ ടെൻഷനിൽ മരിച്ചോണ്ടിരിക്കുക. സാർ ഫോൺ ചെയ്ത് ഇവനല്ലെന്ന്. സാർ ആവേശം കാണിച്ചു എന്നാ പറയുന്നത്. പിന്നെയും എന്തോ ഒന്ന് പറഞ്ഞു സാർ. എടാ അവനെന്താ വട്ടാണോ? അതിപ്പോഴാണോ അവന് മനസ്സിലാവുന്നത്? ആദ്യം അവനെ തീർക്കടാ, ബാക്കി കാര്യം പിന്നീട് നോക്കാം. തീർക്ക്. അയ്യോ സാറേ സാറേ. സ്വാമി, അവനെ പിടിക്ക്. അത്രയ്ക്കായോ? നീ ഓടി രക്ഷപ്പെടാൻ നോക്കൂല്ലേ? സാറേ വേണ്ട വേണ്ട സാറേ. സാറേ വിട്ടേക്ക്. സാറേ സാറേ ഇരിക്കണോടാ. സാറേ ഇരിക്കണേ. സാറേ നീ സാറേ കാല് പിടിക്കുക സാറേ. സാറേ please സാറേ. കളിയാത്ത പണി തീർക്ക് നരസിംഹ. ഇതൊക്കെ എങ്ങനെയൊക്കെയാ? സാർ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അദ്ദേഹം ആണെങ്കിൽ വേണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ഇവനെ ഷൂട്ട് ചെയ്യാൻ പറയുന്നു. നാളെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാലോ? ഡാ, ആട്ടെ നീ എന്തിനാ ഫോൺ എടുത്ത്? ACP സാർ. ആരാണെങ്കിൽ എന്താ? ഒന്നുകൂടെ ഫോൺ ചെയ്ത് നോക്കാം സാർ. ശരി, പോയി ചെയ്തിട്ട് വാ. സാർ വണ്ടി ഓടിക്കാൻ സ്വാമി അയച്ച വേണമെങ്കിൽ ഞാനിവിടെ നിൽക്കാം സാർ. സാറ് പോയിട്ട് വരൂ. വിളിച്ചോണ്ട് പോ. ഇതാ സാർ. വരൂ സ്വാമി. ഡാ, നിങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടും. അവര് തിരിച്ചു വരുന്നത് വരെ മിണ്ടാതിരുന്ന കേടുപാട് കൂടാതെ നിങ്ങൾക്ക് തിരിച്ചു പോവാം. വേണ്ട സാറേ. സാറേ വിട്ടേക്ക് സാറേ. സാറേ വേണ്ട സാറേ. സാർ ഇത് നരസിംഹനാ. പറയൂ സാർ. എന്തു പറയാനാ? ചെയ്യുന്നതെല്ലാം തെറ്റാ. അതെങ്കിലും മര്യാദയ്ക്ക് ചെയ്തൂടെ? സാർ അത് ഇപ്പൊ നിങ്ങള് ഒരു ചെക്കനെ വിളിച്ചോണ്ട് വന്നില്ലേ? അവ ഹോസ്റ്റലിൽ ചേരുന്നതിന് മുൻപേ മോഷണങ്ങൾ നടക്കുന്നുണ്ട്. നീ കൊണ്ടുവന്ന രജിസ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നിങ്ങൾ ആളെ മാറ്റിയാടാ കൊണ്ടുവന്നിരിക്കുന്നത്. എൻകൗണ്ടർ നിർത്ത്. അവരുടെ മുമ്പിൽ വെച്ച് ഒരുത്തനെ തട്ടി സാർ. പിന്നിപ്പോ സാർ ബെൽറ്റ് പൊട്ടിപ്പോയി. സാറേ, ഒരു മെക്കാനിക്കിനെ കിട്ടാൻ 6 കിലോമീറ്ററെങ്കിലും പോകേണ്ടി വരും. ഓക്കെ എടുക്ക്. ഹലോ രാജു സാർ. മിണ്ടിപ്പോവരുത്. ഹലോ. സിഗ്നൽ കിട്ടുന്നില്ല. അങ്ങേര് അവിടെയും നമ്മൾ ഇവിടെയും. ഒരു കാര്യം ചെയ്യാം, കുറച്ച് അങ്ങോട്ട് പോയി ട്രൈ ചെയ്യാം. ചിലപ്പോൾ കിട്ടും. സാറേ, എനിക്ക് സൈക്കിൾ ഓടാൻ അറിയില്ല കേട്ടോ. സാർ, സാർ, രാജു സാർ, സാർ, രാജു സാർ, സാർ, സാർ കേൾക്കുന്നുണ്ടോ? രാജു സാർ, രാജു സാർ. പറ സ്വാമി. സാർ വണ്ടി കേടായി വഴി കിടക്കുക. ബെൽറ്റ് കട്ടായി പോയതാ. ഡാ വിഡ്ഢി, ഇതിപ്പോ എന്തിനാ എന്നോട് പറയുന്നത്? അവൻ പറഞ്ഞ പറ.
തീർക്കാനാ പറഞ്ഞ സാറേ. രാജു സാർ, സാർ കേൾക്കുന്നുണ്ടോ? രാജു സാർ, സാർ, സാർ കേൾക്കുന്നുണ്ടോ? സാർ, സാർ, ഹലോ, ഹലോ. എന്തുപറ്റി സാറേ? ചോര വരുന്ന കണ്ടില്ലേ? കണ്ണൂടെ ആ ACP ആണെങ്കിൽ മിനിസ്റ്ററുടെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് നമ്മളിങ്ങോട്ട് പറഞ്ഞു വിട്ടു. മീറ്റിംഗ് പോവാതെ വീട്ടിലിരുന്നോണ്ട് ഇവനെ കൊല്ലരുത് അവനെ കൊല്ലരുത് എന്ന് നമ്മളടുത്ത് ഓർഡർ ചെയ്യുമല്ലേ. അവൻ രക്ഷപ്പെട്ടത് കണ്ടില്ലേ? ഇപ്പൊ എന്ത് ചെയ്യും സാർ? നമുക്ക് കൈതട്ടി കളിച്ചാലോ? പോയി അന്വേഷിക്കടോ.